ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ചായക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാം. ആദ്യം വേണ്ടത് ഏകദേശം ഒരു 8 അല്ലിയോളം ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് കണ്ടില്ലേ, ഇത്രയും മതിയാവും. അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതുപോലെയാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കേണ്ട പാകം. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഗോതമ്പ് പൊടി തന്നെ മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സറിലെ അതും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിനാണ് കിട്ടുക. അതായത് അല്പം ലൂസായിട്ടിരിക്കണം, എന്നാൽ ഒത്തിരി ടൈറ്റായി പോകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടുന്ന ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഏകദേശം ഇത്രയും മതിയാവും കേട്ടോ. കുറച്ച് ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 വറ്റൽമുളകാണ്. വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതൊരു മീഡിയം എരിവിലാണ് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നിലക്കടല, അതായത് കപ്പലണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ച് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചട്നി നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല, നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ടോ, അത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഇതുപോലെ ചെറുതായിട്ട് സ്പൂണിന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കൂടെ നിന്ന് കുക്ക് ചെയ്യണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കളറ് നല്ല ചേഞ്ചായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കൂടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ആ ഒരു പാകത്തിന് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. നമ്മുടെ ഒരു ചമ്മന്തിക്കൊക്കെ ഇതുപോലെ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാവുന്ന നല്ല ക്രിസ്പി ആയിട്ട് വരും. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് ഇതുപോലെ വറുത്ത് കോരി എടുക്കാം.
ഇപ്പോൾ നമ്മുടെ എല്ലാം ദേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു തേങ്ങാ ചട്നിയും കട്ടൻ ചായക്കും പറ്റിയൊരു കോമ്പിനേഷനാണിത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ പെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇത് കഴിച്ചിരിക്കാൻ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. നല്ലൊരു പ്രത്യേകിച്ചൊരു മണവും നല്ല അത്യാവശ്യം എരിവും ഒക്കെ ഉള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.